വി എസ് മനോജ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. TMC പ്രതിനിധി ശ്രീ VS മനോജ് കുമാർ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ പോലും 75,000 വോട്ട് നേടി ജയിക്കുമെന്നതായിരുന്നു PV അൻവറിന്റെ ആത്മവിശ്വാസം. അതിനുശേഷം TMC പ്രതിനിധികൾ ഞങ്ങളുടെ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴും അതേ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. 19,760 ഒതുങ്ങിയിരിക്കുന്നു അൻവർ. നിങ്ങൾ പുറമേക്ക് അവകാശവാദം ഉന്നയിച്ചതിനപ്പുറം നിങ്ങളെ സംബന്ധിച്ച് ആശ്വസിക്കാൻ കഴിയുന്നതാണോ ഈ നില? അല്ല, ഇതിൽ കൂടുതൽ വോട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. തീർച്ചയായും ഞങ്ങളുടെ അവകാശവാദത്തിൻ്റെ കാരണവും അടിസ്ഥാനവും അത് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് ഈ കഴിഞ്ഞ 10-ാം തീയതിക്ക് ശേഷം മാത്രമാണ് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ശ്രീ PV അൻവറും PV അൻവറിനോടൊപ്പമുള്ള തൃണമൂൽ കോൺഗ്രസ് നേതൃത്വമെല്ലാം സജീവമായി രംഗത്തിറങ്ങിയത്. അപ്പോൾ ഒരു 6-7 ദിവസത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ ശ്രീ PV അൻവറിന് വലിയ നിലയിൽ വോട്ട് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം വിലയിരുത്തൽ. സ്വാഭാവികമായും ഒരു 7 ദിവസം 8 ദിവസം മാത്രം സജീവമായി പ്രവർത്തിച്ചിട്ട് ഒരു ബൂത്തിൽ ആവറേജ് 75 വോട്ട് എന്ന ക്രമത്തിൽ ഒരു വോട്ട് നേടുവാൻ ശ്രീ PV അൻവറിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരും കാലങ്ങളിലാണെങ്കിൽ പോലും ഈ 75 വോട്ടുകളെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുത്താൽ നിലമ്പൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിൽ ശക്തമായ വേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. ഇനി മറ്റൊന്ന്, തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ PV അൻവറിന് സമീപ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ ഇവിടെ ലഭിച്ച വോട്ടിൻ്റെ ഒരു പിൻബലം സ്വാഭാവികമായി സംഘടനയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, PV അൻവർ ഇല്ല എങ്കിൽ ഇടതുമുന്നണിക്ക് നിലമ്പൂർ വിജയിക്കാനാവില്ല. അൻവർ മൈനസ് ഇടതുമുന്നണി മൈനസ് അൻവർ ആണെങ്കിൽ ബിഗ് സീറോയാണ് ഇടതുമുന്നണി എന്ന് വ്യക്തമായി. അതോടൊപ്പം തന്നെ ശ്രീ PV അൻവറിന് സ്വന്തമായി ഒരു സംഘടന കെട്ടിപ്പടുത്ത് സ്വന്തം മണ്ഡലത്തിൽ നിലനിൽക്കാൻ ഉതകുന്ന ഒരു ജനസമ്മതി കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ശ്രീ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തിയ മുഴുവൻ വോട്ടർമാർക്കും ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. PV അൻവർ 19,760 വോട്ട് പിടിക്കുമെന്നത് മറ്റുള്ളവരുടെ മറ്റു മുന്നണികളുടെ കണക്കുകൂട്ടലിനപ്പുറമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ആരുടെ വോട്ട് അൻവർ പിടിച്ചു എന്നത് ഇപ്പോഴും ആശയക്കുഴപ്പങ്ങൾക്കിട നൽകുന്നുണ്ട്. അടിസ്ഥാന വോട്ടുകൾ സംരക്ഷിക്കാനായി എന്നത് LDF പറയുമ്പോൾ അവരുടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് LDFന്റെ അവകാശവാദം. അതേപോലെ തന്നെ UDF പറയുന്നത് ഭരണവിരുദ്ധ വികാരം എന്നതാണ്. അങ്ങനെ ഒരു വ്യക്തത, ആരുടെ വോട്ട് ലഭിച്ചു എന്നതിൽ വ്യക്തത നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വിരുദ്ധ നിലപാടായിരുന്നു ആ നിലപാട് ഉയർത്തിക്കൊണ്ടായിരുന്നു ശ്രീ PV അൻവർ തെരഞ്ഞെടുപ്പ് ഗോദായിൽ ഇറങ്ങുന്നത്. ശ്രീ PV അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ ജനപിന്തുണ ലഭിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചത്. സ്വാഭാവികമായും ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു വോട്ട് ലഭിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ ഉയർത്തിയ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട സമരം, ആ സമരത്തിൽ ശ്രീ PV അൻവർ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ, ഇവയെല്ലാം നാട്ടിലെ ജനങ്ങൾ, വനാതിർത്തിയിൽ ജീവിക്കുന്ന ആളുകളുടെ വലിയ പിന്തുണ അദ്ദേഹത്തിനുണ്ടായി. ഇതിലെല്ലാം ഉപരി ഞാൻ പറഞ്ഞല്ലേ, ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു 75 വോട്ട് വെച്ച് ഓരോ ബൂത്തിലും ലഭ്യമാകുന്ന വിധത്തിലുള്ള ക്രമത്തിൽ ഒരു വോട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അടിത്തറ കെട്ടാനുള്ള വോട്ടായി. ബാക്കിയുള്ള പാർട്ടികൾക്കെല്ലാം അടിത്തറയുള്ള പാർട്ടിയാണ്. ഞങ്ങൾക്ക് മറ്റ് മുന്നണി സംവിധാനങ്ങളൊന്നുമില്ല. ശ്രീ PV അൻവറിൻ്റെ ചുരുങ്ങിയ നാളത്തെ ഒരു പ്രയത്നം മാത്രമാണ് ഇതിന് പിറകിലുള്ളത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ശ്രദ്ധയും അദ്ദേഹം തന്നെ അതിന് നേതൃത്വം നൽകുന്നു. എല്ലാ ശ്രദ്ധയും ആ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നോക്കി നടത്തിയതെല്ലാം ശ്രീ PV അൻവർ ആയിരുന്നു. ആ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം നേടിയ വോട്ട് ഈ കേരളത്തിൽ ഒരുപക്ഷെ മറ്റ് പല വ്യക്തിത്വങ്ങൾക്ക് ഒപ്പവും അപൂർവം ചില വ്യക്തികൾക്കൊപ്പം തന്നെ എത്തിച്ചേരുന്ന വിധത്തിൽ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചുള്ള ആശാവഹമായ കാര്യമാണ്. ശരി, എന്തായാലും അടിത്തറ കെട്ടാനുള്ള വോട്ട് ഈ തെരഞ്ഞെടുപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് PV അൻവർ ക്യാമ്പിന്റെ ആത്മവിശ്വാസം. അതിൽ ഊന്നിയായിരിക്കും ഇനി അൻവറിന്റെ മുന്നോട്ടുള്ള പോക്കും. ശ്രീ നോബൽ മാത്യു